IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. നാലാം തവണയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്ന ബെഞ്ചമിൻ നെതന്യാഹു തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മഹാപ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇതാണ്: പലസ്തീനികളെ ആക്രമിക്കുമെന്ന്, ജോർദാൻ താഴ്വര തൻ്റെ കൈകളിലാക്കുമെന്ന്. അതായത് ജോർദാൻ വാലിയും അതുപോലെ തന്നെ ചാവുകടലും ഉൾപ്പെടുന്ന പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമാക്കാൻ താൻ മുന്നോട്ട് വരും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പ്രഖ്യാപിച്ചത്. UNOയുടെ നിയമത്തിനൊക്കെ ഇത് പച്ചയായ വെല്ലുവിളിയായി മാറുമ്പോൾ UNO ജനറൽ സെക്രട്ടറി അടക്കം രംഗത്ത് വന്ന് പ്രതിഷേധം അറിയിച്ചപ്പോൾ പോലും വ്യക്തമായ ഒരു മറുപടി നൽകാൻ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വന്നിട്ടില്ല. ഇത് വ്യക്തമാക്കുന്നത് ഇസ്രായേലിന്റെ ഒരു വെല്ലുവിളിയാണ്. തങ്ങൾക്ക് UNO ഒന്നുമല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പച്ചക്ക് പറയുന്നു. പക്ഷേ കഴിഞ്ഞ കാലത്തുണ്ടായ വെല്ലുവിളികളെ പോലെയല്ലായിരുന്നു ഈ വെല്ലുവിളികളെ അറബ് ലോകം നേരിട്ടത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് കനത്ത മറുപടി നൽകാൻ സൗദി തന്നെ മുന്നോട്ട് വന്നു. ഇനി തൊട്ടാൽ പണിപ്പാളുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകി. മുസ്ലിം രാഷ്ട്രങ്ങളെ ഇങ്ങനെ നോട്ടമിട്ട് നിൽക്കുന്ന ഇസ്രായേലിന് മറുപടി നൽകാൻ അറബ് ലോകം ശക്തമായി മുന്നോട്ട് വരുമെന്നുള്ള വലിയ താക്കീതാണ് സൗദി നൽകി മുന്നോട്ട് വന്നത്. ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത കലക്കൻ മറുപടി. അത് മാത്രമല്ല, ഉടൻ തന്നെ അറബ് ലോക രാഷ്ട്രങ്ങളുടെ സംഘടനയായിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ ഇന്നലെ യോഗം ചേരുകയും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ആ തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ജോർദാൻ താഴ്വര കീഴ്പ്പെടുത്താൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി മിണ്ടാതിരിക്കാൻ പാടില്ല എന്നതാണ് അറബ് ലോക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള OIC തീരുമാനമെടുത്തിട്ടുള്ളത്. ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥ വന്നാലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതോടുകൂടി ഇസ്രായേലും പ്രതിസന്ധിയുടെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അതായത് നേരത്തെ പലതവണ പലസ്തീനെ ആക്രമിച്ചപ്പോൾ മിണ്ടാതിരുന്ന അറബ് ലോക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ശബ്ദിക്കാനായി മുന്നോട്ട് വരുന്നത് ഒരു വലിയ സൂചനയാണ്. അതായത് കൂട്ടത്തോടു കൂടി ഇസ്രായേലിനെ നേരിടാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അറബ് ലോക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിന് മുന്നിൽ മറുപടി നൽകുമ്പോൾ പോലും കൃത്യമായ ആസൂത്രിത നീക്കം തന്നെയാണ് OIC മുന്നോട്ട് വെക്കുന്നുള്ളത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സൗദിയാണ്. കാരണം സൗദിയാണ് ഈ വിഷയത്തിൽ ആദ്യം രംഗത്ത് വരുന്നത്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ നടത്തിയതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതായത് നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ നടത്തുന്നത് പോലെ വൈകാരികതയുടെ പ്രസംഗങ്ങളാണ് ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നുള്ളത്. വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സൈക്കോളജിക്കൽ മൂവാണ് ഈ പ്രഖ്യാപനം. ഫലസ്തീനെ ആക്രമിക്കും, ജോർദാൻ താഴ്വര കീഴ്പ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം. എന്നാൽ ഈ പ്രഖ്യാപനത്തെ അങ്ങനെ വെറുതെ തള്ളിക്കളയാനല്ല തങ്ങൾ മുന്നോട്ട് വന്നതെന്ന് OIC വ്യക്തമാക്കിയതോടുകൂടി ലോകരാഷ്ട്രം ഉറ്റുനോക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഈ വിഷയം ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. എന്നാൽ UNOക്ക് പുല്ലുവില നൽകുന്ന ഇസ്രായേലിന് മറുപടി നൽകേണ്ടത് തങ്ങളാണെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് OIC. എന്തായാലും നമുക്ക് നോക്കിക്കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.